ചെറുപുഴയിൽ കാര്യങ്കോട് പുഴ കരകവിഞ്ഞൊഴുകുന്നു. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായാണ് സംശയം. കൊട്ടിയൂർ പാൽച്ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി നിഖിലാണ് അവിടെ നിന്നും കണ്ണൂരിൽ നിന്നും ചേരുന്നത്. നിഖിലെ, ഗുരുതരമായ ഒരു സാഹചര്യമാണോ നിലനിൽക്കുന്നത്? എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? കാര്യങ്കോട് പുഴ കരകവിഞ്ഞൊഴുകുന്നു എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഇതിന്റെ സമീപ പ്രദേശങ്ങളിലുള്ളവരെയൊക്കെ ഇപ്പം ആരെങ്കിലും മാറ്റിപ്പാർപ്പിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടോ? എന്താണ് സാഹചര്യം? ശ്യാമിൽ, നിലവിൽ കണ്ണൂരിന്റെ മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ്. പ്രത്യേകിച്ചും ഈ ചെറുപുഴ, ഒപ്പം തന്നെ ഉദയഗിരി ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് മഴ തുടരുന്നത്. ഒപ്പം ഈ കർണാടക വനത്തിനകത്തും ശക്തമായ മഴ പെയ്യുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് കൂടിയാണ് ഈ ഉരുൾപൊട്ടി എന്നൊരു സംശയം ഇപ്പോൾ ഉള്ളത്. കാരണം പൊടുന്നനെ ഇന്ന് രാവിലെയോടുകൂടി കാര്യങ്കോട് പുഴ കരകവിയുകയായിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. മാത്രമല്ല, വെള്ളം കുത്തിയൊഴുകുന്ന ദൃശ്യങ്ങളൊക്കെ, ഉദയഗിരി ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട്. അത്തരത്തിൽ ഉരുൾപൊട്ടി വനത്തിനകത്ത് എന്നൊരു സംശയമാണ് ഉള്ളത്. നിലവിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ആവശ്യമെങ്കിൽ അതിന് ഉള്ള എല്ലാ സംവിധാനങ്ങളും പൂർണ്ണ സജ്ജമാണ് എന്ന് തന്നെയാണ് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത്. ഈ ചെറുപുഴ ഉദയഗിരി മേഖലയിൽ അതാണ് അവസ്ഥയെങ്കിൽ ഈ പാൽച്ചുരത്തിൽ, കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന വഴിയായ പാൽച്ചുരത്തിൽ വലിയ പ്രശ്നങ്ങൾ വീണ്ടും രൂപപ്പെടുന്നു. കഴിഞ്ഞ ഈ മാസം 1-ാം തീയതിയൊക്കെ ഉണ്ടായ ശക്തമായ മഴയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ വലിയ രീതിയിൽ മണ്ണിടിയുന്നതും യാത്ര നിരോധിക്കുന്നതുമൊക്കെ ഇന്ന് വീണ്ടും അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. വലിയ മണ്ണിടിച്ചിലാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു വാഹനത്തിൽ പോകുന്ന ആളുകൾ പകർത്തിയ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഗതാഗതം പൂർണ്ണമായും അവിടെ പാൽച്ചുരം വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പൊടുന്നനെ അങ്ങനെ നീക്കാൻ പറ്റുന്ന രീതിയിലുള്ള മണ്ണല്ല, വലിയ മൺകൂന തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ മണ്ണിടിഞ്ഞ് വരുന്ന ദൃശ്യങ്ങൾ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. വാഹനങ്ങളൊന്നും ആ സമയത്ത് അതുവഴി കടന്നു പോകാത്തത് ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഏതായാലും അവിടെ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മലയോര മേഖലയിലൊക്കെ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുമുണ്ട്. ശരി, നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.